ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് PYQs ആണ് നോക്കുന്നത്. ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഊർജത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, സെക്കൻഡ്, ജൂൾ, പ്രകാശവർഷം. ആൻസർ ജൂൾ. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏത്? എർഗ്, വാട്ട്, കിലോഗ്രാം പെർ മണിക്കൂർ, ന്യൂട്ടൺ മീറ്റർ. ആൻസർ എർഗ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? 2 ഇരട്ടിയാകും, 4 ഇരട്ടിയാകും, ഗതികോർജം 0 ആകും, മാറ്റമില്ല. ആൻസർ 4 ഇരട്ടിയാകും. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. ദ്രവ്യം, ഊർജം, ബലം, പിണ്ഡം. ഊർജം. ഒരു വസ്തുവിൻ്റെ ആക്കം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങ്, ഇരട്ടി, പകുതി, 8 മടങ്ങ്. ആൻസർ 4 മടങ്ങ്. കൂട്ടത്തിൽ പെടാത്തതേത്? കുലച്ചുവെച്ച വില്ല്, വലിച്ചു നീട്ടിയിരിക്കുന്ന റബ്ബർ ബാൻഡ്, അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിംഗ്, ഓടിക്കൊണ്ടിരിക്കുന്ന കാർ. ആൻസർ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ. ബാക്കിയുള്ളത് കുലച്ചുവെച്ച വില്ല്, വലിച്ചു നീട്ടിയിരിക്കുന്ന റബ്ബർ ബാൻഡ്, അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിംഗ്, ഇവയെല്ലാം സ്ഥിതികോർജത്തിൻ്റെ എക്സാമ്പിളാണ്. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, ഈഥേൻ ഇതൊന്നുമല്ല. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാന ഘടകമാണ്, അതായത് LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജം നെഗറ്റീവ്, 0, പോസിറ്റീവ് ഇതൊന്നുമല്ല. ആൻസർ നെഗറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? താപോർജം, രാസോർജം, യാന്ത്രികോർജം, പ്രകാശോർജം. ആൻസർ രാസോർജം. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, LPG. ആൻസർ LPG. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത്? ബയോഗ്യാസ്, ന്യൂക്ലിയർ ഊർജം, സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം. ആൻസർ ന്യൂക്ലിയർ ഊർജം. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ, അമോണിയ. ആൻസർ മീഥേൻ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ജെർമേനിയം, സിർക്കോണിയം, ടൈറ്റാനിയം, പ്ലൂട്ടോണിയം. ആൻസർ പ്ലൂട്ടോണിയം. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഗാൽവനിക് സെൽ, വോൾട്ടായിക് സെൽ, ഫ്യുവൽ സെൽ, വൈദ്യുതരാസ സെൽ. ആൻസർ ഫ്യുവൽ സെൽ. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ചെയിൻ റിയാക്ഷൻ ഇതൊന്നുമല്ല. ആൻസർ ന്യൂക്ലിയർ ഫ്യൂഷൻ. താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്? വാതകങ്ങളിൽ, ദ്രാവകങ്ങളിൽ, ലായനികളിൽ, ഖരങ്ങളിൽ. ആൻസർ വാതകങ്ങളിൽ. പ്രവൃത്തി ജൂൾ, പവർ ഡാഷ്. ഡയോപ്റ്റർ, വാട്ട്, കാൻഡില, ഫാരഡ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, പവറിൻ്റെ യൂണിറ്റ് വാട്ട്. സ്ഥിതികോർജത്തിൻ്റെ യൂണിറ്റ് mgh. ഗതികോർജത്തിൻ്റെ യൂണിറ്റ് ഡാഷ്. ½ mv², mb, mv², ma. ആൻസർ ½ mv². കൂട്ടത്തിൽ പെടാത്തതേത്? പ്രവൃത്തി, പവർ, ഗതികോർജം, സ്ഥിതികോർജം. ആൻസർ പവർ. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ബാക്കി എല്ലാത്തിൻ്റെയും യൂണിറ്റ്, അതായത് പ്രവൃത്തി, ഗതികോർജം, സ്ഥിതികോർജം എന്നിവയുടെ യൂണിറ്റ് ജൂൾ. ദ്രാവകം ഖരമാകുന്ന പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സാന്ദ്രീകരണം, ദ്രവീകരണം, ഘനീഭവിക്കൽ, ബാഷ്പീകരണം. ആൻസർ ഘനീഭവിക്കൽ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു, യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു, യാന്ത്രികോർജം താപോർജമാകുന്നു, വൈദ്യുതോർജം കാന്തികോർജമാകുന്നു. ആൻസർ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൺ, തോമസ് യങ്, ആർക്കിമിഡീസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു, കുറയുന്നു, മാറ്റമില്ല, ഇവയൊന്നുമല്ല. ആൻസർ കൂടുന്നു. ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജം എത്ര മടങ്ങാകും? 2 മടങ്ങ്, 4 മടങ്ങ്, 6 മടങ്ങ്, 8 മടങ്ങ്. ആൻസർ 4 മടങ്ങ്. ഒരു കുതിരശക്തി ഹോഴ്സ് പവർ 1000 വാട്ട്, 746 വാട്ട്, 764 വാട്ട്, 100 വാട്ട്. ആൻസർ 746 വാട്ട്.
ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം PYQ ആണ്. UPSC എക്സാമിന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പഠിച്ചതാണ് സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും. പക്ഷേ ക്വസ്റ്റ്യൻസ് വളരെ സർഫേസ് ലെവലിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാക്കരുത്. ഇനി വരുന്ന വീഡിയോസിലും നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും PYQs ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മുടെ പഠനം ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കോഡുകളും ഷെയർ ചെയ്യും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.